ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പുഴയുടെ തീരത്ത് രസാഗുരുകൾ എന്ന് പറയുന്ന പ്രശസ്തമായ റിസോർട്ടിൻ്റെ മുമ്പിലാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തം ലോകത്തിന് സമ്മാനിച്ച ലോകഗുരു ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നാണ് ഈ റിസോർട്ടിൻ്റെ ഉടമ ദാസ് ശ്രീധരൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ജനിച്ചതും വളർന്നതും അങ്ങനെ ലോകം മുഴുവൻ എത്തിപ്പെട്ടതും. അദ്ദേഹം ലോകം മുഴുവൻ ഈ ഭക്ഷണമാണ് ദൈവം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ച ശേഷം ഇപ്പോൾ കേരളത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇതാ രസാഗുരുകൾ എന്ന് പറയുന്ന സുപ്രസിദ്ധ സ്ഥാപനം ഇവിടെ ആരംഭിച്ച് അതിൻ്റെ മഹത്തായ 5ാം വാർഷികം കൊണ്ടാടുകയാണ്. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ എത്തുന്നത്. താങ്കൾ അദ്വൈതം സിദ്ധാന്തം സ്ഥാപിച്ച, അതായത് നമ്മുടെ ആദിശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചുറ്റടിച്ച് താങ്കൾ എന്താണ് നേടിയത് ഇതിനകം? താങ്കൾക്ക് ലോകത്തോട് സമ്മാനിക്കാൻ എന്താണുള്ളത്? ഞാൻ ആദ്യമായിട്ട് നാട് വിട്ട് പോകുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അവിടെയും ശങ്കരാചാര്യൻ നാട് വിട്ട് പോയതാണ്, നമുക്ക് നമ്മളാൽ എന്തോ ലോകത്തിന് ചെയ്യാനുണ്ട് എന്ന് അത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യബോധത്തിലാണ് നാട് വിടുന്നത്. മറ്റുള്ള മലയാളികൾ നാട് വിടുന്ന മാതിരി നല്ലൊരു ജോലി കിട്ടാനോ കുറേ കാശ് സമ്പാദിക്കാനോ വേണ്ടിയിട്ടല്ല. എനിക്ക് കുട്ടിക്കാലം മുതലേ നമ്മുടെ നാടിൻ്റെ മനോഹാരിത വളരെ എന്നെ ആകർഷിച്ചിരുന്നു. നാട് വിട്ട് ഒരിക്കലും പോകാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഇത് അവിശ്വസനീയമാണെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. കാരണം അത്ര മനോഹരമായിരുന്നു എൻ്റെ ഗ്രാമം. എൻ്റെ നാട് കോതമംഗലത്തിനടുത്ത് തൃക്കാരിയൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് എല്ലാം കൊണ്ടും, കാലാവസ്ഥ കൊണ്ടും ആഹാരം കൊണ്ടും ഗ്രാമീണ ഭംഗിയും കുലത്തൊഴിലുകളും അമ്പലങ്ങളും അമ്മയും ആഹാരവും ഇതെല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു വല്ലാത്തൊരു ദുരൂഹത എന്നെ അലട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചാണ് യാത്ര തുടങ്ങുന്നത്. ഈ കുട്ടിപ്രായത്തെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണ രീതികൾ വല്ലാതെ അട്രാക്റ്റ് ചെയ്തിരുന്നു. കറക്റ്റ്, അതാണ് അതിൻ്റെ രുചിക്കൂട്ടും അതിൻ്റെ രസങ്ങളും മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്നു. മാത്രമല്ല നമ്മുടെ പ്രകൃതിയുമായി താങ്കൾ വല്ലാതെ താതാത്മ്യം പ്രാപിച്ചിരുന്നു. അതെ, അത് ഈ അമ്മയും പ്രകൃതിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന ഈ 2 പേരുടെ ശ്രമം കൊണ്ടാണ്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, അതിൻ്റെ നീര് നമുക്ക് ദിവ്യമായ ഒരു ചിന്തയിലൂടെ അത് ആഹാരമാക്കി കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു അമ്മ കൊടുക്കുന്നത് അത് വല്ലാത്തൊരു ആത്മീയ പ്രക്രിയയാണ്. അപ്പോൾ അത് ഒരമ്മയും പ്രകൃതിയും തമ്മിലുള്ള ആ ഏറ്റവും അടുത്ത ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ താങ്കൾക്ക് അറിയാവുന്ന മാതിരി പ്രകൃതിയെ വളരെയധികം നമ്മൾ ശ്രദ്ധയില്ലാതെ നോക്കുകയും ഒത്തിരി അതിന് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങൾ ഗ്ലോബൽ വാർമിംഗ് ഇതൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് ഈ വിശ്വാസ്യതയിൽ നിന്ന് അകന്നുപോയി. അതായത് നമ്മൾക്ക് വിശ്വസിക്കേണ്ട പ്രകൃതിയും അമ്മയും നമുക്കിന്ന് ഇല്ലാതെയായിരിക്കും. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പോലും വളരെ നാമമാത്രമായി നിലനിൽക്കുന്നൊരു കാലമാണ്. പണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നിലനിന്ന് പോകുന്നൊരു വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ ആത്മബന്ധം അതിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതീതമായിട്ട് വേറെ ഒന്നുമില്ല എന്ന് ഒത്തിരി കുട്ടികൾ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രായം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ ആഹാരത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞതും നമ്മൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഒത്തിരിയധികം കഴിച്ചും നമ്മൾ ആഹാരത്തിനെ വളരെ അധികം
ഉത്തരവാദിത്വമില്ലാതെ കാണുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഗ്രാമീണ അന്തരീക്ഷവും അമ്മയുടെ ആ ഒരു ഈ കറിക്കൂട്ടുകളും എല്ലാം ഇല്ലാതെയായിരിക്കും. അപ്പോൾ ശരിക്കും ഈ കുട്ടിക്കാലത്തെ എൻ്റെ ഈ ഓർമ്മകളാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചതും ഫുഡിൽ അവസാനം നമ്മൾ എത്തിപ്പെട്ടത്. ഈ താങ്കളുടെ യാത്ര ഒരു സത്യാന്വേഷണ യാത്രയാണല്ലോ. നമ്മുടെ ഗാന്ധിജീൻ്റെ സത്യാന്വേഷണ യാത്ര പോലെ, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ഒരു അന്വേഷണ ലോകം എന്താണെന്ന് അറിയാനുള്ള കൗതുകം. ആ യാത്ര എങ്ങനെയെല്ലാമായിരുന്നു താങ്കൾ ലണ്ടനിൽ എത്തിച്ചേർന്നത്? ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഗ്രാമത്തിൽ ജനിച്ച ഒരു നാടൻ പയ്യൻ, ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിലും ശക്തിയിലും വിശ്വാസം ഇങ്ങനെ വളരെ നന്നായി ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ചിന്ത മുഴുവനും വെളിയിലേക്ക് പോകുന്തോറും ലോകം ഇതിനേക്കാൾ മനോഹരമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗ്രാജുവേഷന് ശേഷം 19-ാം വയസ്സിൽ ഞാൻ ഡൽഹിയിൽ പോയി. ഒത്തിരി അധികം ഒറ്റയ്ക്ക്. അപ്പോൾ ഭാഷ അറിയാതെ. എവിടുന്നാ ഗ്രാജുവേഷനൊക്കെ എടുത്തത്? ട്രിവാൻഡ്രം. ഏത് കോളേജ്? യൂണിവേഴ്സിറ്റി കോളേജ്. അതിനുശേഷം അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ലക്ഷ്യമൊന്നുമില്ലാതെ ഞാൻ അന്നും വിശ്വസിച്ചിരുന്നത് ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്തമായി ജീവിക്കും താല്പര്യപ്പെടാത്തതാണ്. കാര്യം ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ കൃത്രിമത്വമുള്ളതാണ്. നമ്മൾ എന്തിനോ തേടി എന്തിനോ വേണ്ടി മാത്രം പോകുന്ന ഒരു യാത്രയാണ് ലക്ഷ്യം. പക്ഷെ ഞാൻ പ്രകൃതിയിലെ എല്ലാ ജീവികളെ പോലെ നമ്മൾ ജീവിക്കണം. അതിന് നമ്മൾ പുഴ ഒഴുകുന്ന മാതിരി അത് കിട്ടുന്ന വഴികളിലൂടെ ഒഴുകുക, നിർഗളമായി ഒഴുകി വരുന്നതിനെ എല്ലാം സ്വീകരിക്കുക, ഗുണദോഷങ്ങളെയും നന്മ തിന്മകളെയും. ഇപ്പോൾ ഈ ആൾക്കാർ നല്ല സമയം ചീത്ത സമയം എന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്നത് സമയത്തിൽ മാത്രം. അതായത് ഇപ്പോൾ കിട്ടുന്ന ഈ നിമിഷമാണ് നമ്മുടെ സമയം. അതിന് പ്രാധാന്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഇളം കാറ്റ് പോലെ നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാത്തൊരു സംഭവമാണ് സമയം, അല്ലേ? അതുകൊണ്ടാണ് ഈ കാറ്റെന്ന് പറഞ്ഞത്. നമുക്ക് നമ്മളെ തഴുകി അതങ്ങ് പോവും, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ്. പക്ഷേ മനുഷ്യന് നന്നാവണമെങ്കിൽ ഒത്തിരി ഉദാഹരണങ്ങൾ പ്രകൃതിയിലുണ്ട്. ഈ കാറ്റ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം. എല്ലാത്തിനെയും തഴുകി പോകുന്ന കാറ്റ് അങ്ങ് പോവുക. അതിന് നിർത്താതെ പോകേണ്ട യാത്ര. അപ്പോൾ എന്ന് പറയണ മാതിരി ജീവിതത്തിൽ ഞാൻ തുടക്കം ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയിലെ എല്ലാ ചെടികളെയും വൃക്ഷങ്ങളെയും പോലെ പൂക്കളും പഴങ്ങളും എല്ലാ ജീവികൾക്കും കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു മാമ്പഴം കഴിക്കാറില്ല, അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞ മാതിരി നമ്മൾക്കുള്ളിൽ നമ്മളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രകൃതിയിൽ എന്തോ കൊടുത്തിട്ട് പോകാനുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് അത് ഇപ്പോൾ മാമ്പഴം തരുന്ന മാതിരി നമുക്ക് എന്താണ് പഴമെന്ന് തിരിച്ചറിയാം, അതിവിടെ നമുക്ക് കൊടുത്തിട്ട് പോകണം. കാര്യം അത് വച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, മരിക്കുമ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം അതിവിടെ കൊടുത്താൽ പ്രകൃതിയിലെ ഒത്തിരി കാര്യങ്ങൾക്ക് അത് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ സൂര്യപ്രകാശം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും ജീവൻ വയ്ക്കുന്നത് സൂര്യപ്രകാശം വരുമ്പോഴാണ്. ആ പ്രകാശം നമുക്കൊക്കെ ഉണ്ട്. ചന്ദ്രനിൽ പോയിട്ട് ആ സാറ്റലൈറ്റ് അത് പോയിട്ട് അവിടെ ഇറങ്ങിയ ശേഷം, ചന്ദ്രയാൻ ഇറങ്ങിയ ശേഷം സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അതാ പറഞ്ഞത്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെളിച്ചം കൊടുക്കുന്ന ഇപ്പോൾ സൂര്യനെ പോലെ ഇല്ലെങ്കിലും ചന്ദ്രനെ പോലെ ഇല്ലെങ്കിലും ഒത്തിരി നക്ഷത്രങ്ങൾ നമ്മളുടെ ആകാശത്തുണ്ട് എന്ന് പറയണ മാതിരി കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ പ്രകാശിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം ആ പ്രകാശം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ തരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഇവിടെ കൊടുക്കാനുള്ള ആ സാധനത്തെ തിരിച്ചറിയുമ്പോഴാണ്, ആ പഴത്തിന്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു യാത്ര എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ യാത്രകളിൽ ഞാൻ അങ്ങനെ ലണ്ടനിൽ എത്തിപ്പെടുകയും. എത്രാം വയസ്സിൽ ലണ്ടനിൽ എത്തിപ്പറ്റുന്നത് 23-ാമത്തെ വയസ്സിലാണ്. ഓ, ഇന്നത്തെ കാലം വളരെ വർഷങ്ങൾ. ഇപ്പം വയസ്സ് എത്രയും? ഇപ്പം 58. അപ്പം 33 വർഷങ്ങൾക്ക് മുമ്പുള്ള ലണ്ടനാണ്. അതെ. അപ്പോൾ
അങ്ങനെ എത്തിപ്പറ്റി ഇപ്പോൾ ഏറ്റവും വലിയ ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ തന്നെയാണ്. സ്ഥലങ്ങളോ കാലാവസ്ഥയോ ചുറ്റുപാടുകളോ ഒന്നും നിങ്ങളെ മാറ്റുന്നില്ല. അഭിനയിക്കരുത്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം പഠിച്ചത് നമ്മളുടെ മാതൃഭാഷ, അമ്മ, സംസ്കാരം, നമ്മളുടെ ആഹാരം, നമ്മളെ സുഖിപ്പിക്കുന്ന നന്മകൾ, ഇതൊന്നും ഇത്രയും കാലമായിട്ടും വേർവിട്ട് പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ അവിടെ ജീവിച്ചിരുന്നെങ്കിലും ഒരു ബ്രിട്ടീഷ് കൾച്ചർ എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അതങ്ങനെ അഭിനയിക്കാനും ഞാൻ തയ്യാറില്ല. അവിടെ ഒരു രസ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണല്ലോ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് ഏത് വർഷമാണ്? 1994 ചെന്നപാടെ തന്നെ 94 ഏത് വർഷം അവിടെ ചെല്ലുന്നത്? 89. 5 വർഷം കഴിഞ്ഞപ്പം ഇവിടെ സ്വന്തമായി. അവിടെ 5 വർഷം എന്ത് ചെയ്തു? 5 വർഷം പലതരം കൊച്ചു കൊച്ചു ജോലികളും കുറച്ച് പട്ടിണിയും. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നാലും എല്ലാവരും പോകുന്നത് പോലെ വഴികളിൽ നമുക്ക് ദുർഘടമായിട്ടുള്ള ദിവസങ്ങളും സംഭവങ്ങളുമൊക്കെ ജീവിതത്തിലുണ്ടാവും. കാരണം അതില്ലെങ്കിൽ ജീവിതം പൂർണ്ണമല്ല. ജീവിതം എന്താണെന്ന് അറിയാതെ പോകും. അത് മാത്രമല്ല, ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ള സത്യം, ഈ പരാതികൾ പറയുന്നവരോട് പറയാറുള്ളത്, ശരിക്ക് ഈ ദുഃഖങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളതിനെ വെറുക്കും. പക്ഷേ നിങ്ങളുടെ പിൽക്കാലത്ത് നിങ്ങളൊരു കയറ്റം കയറി ഒരു നിലയിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ രസകരമായി തോന്നുന്നത് ആ ദുഃഖം അനുഭവിച്ച ദിവസങ്ങളാണ്. ആ ദുഃഖമില്ലെങ്കിൽ സുഖത്തിൻ്റെ വില അറിയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ കഥ വേറൊരാളോട് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ മഹാന്മാരായ എത്രയോ ആൾക്കാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും പറയാൻ അല്ലെങ്കിൽ കണ്ണീര് ഒലിപ്പിക്കാനായിട്ട് ചെറിയ ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ ഏടുകളുണ്ട്. പക്ഷേ അതില്ലാതിരുന്നെങ്കിൽ ലൈഫ് മഹാബോറാണ്. കാരണം ഒരുമാതിരി ജീവിതം, ഇപ്പോൾ കേരളം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2 നേരമെങ്കിലും മിനിമം ആഹാരം കഴിക്കാനും ചുമ്മായിരിക്കാനും പ്രാപ്തരായ ഒത്തിരി ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് കേരളം. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ, നമ്മുടെ നാട്ടിൽ പറയും കലുങ്കയിലിരുന്ന് അല്ലെങ്കിൽ പാലത്തിൻ്റെ വക്കത്തിരുന്നുകൊണ്ട് ഈ വർത്താനം വെടി പറയുന്ന ആൾക്കാരെന്ന് പറയും. അപ്പോൾ അവർ കഥകൾ ചർച്ച ചെയ്യുന്ന റഷ്യയിലെ സംഭവവും ഇപ്പോൾ യുക്രൈനിലെ വാറും ഒക്കെയാണ്. പക്ഷേ ഞാൻ ഈയിടെ അവിടെ പോയപ്പോഴും കലുങ്കയിൽ തന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് സ്വതസിദ്ധമായി അതിനെ ചൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാർ, അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുക, അതെ, ഈ ലോക ചിന്തകൾ പരസ്പരം പങ്കിടുക. അതെ. പക്ഷേ ഞാൻ കണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മൾ ദുഃഖങ്ങൾ ഇപ്പോൾ പണ്ട് കൃഷ്ണവചനം ഉള്ള മാതിരി നമ്മൾ ഈ വിധി എന്ന് പറയുന്നത് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ദുഃഖങ്ങളുള്ളപ്പോഴും ആൾ ചിരിച്ചിരുന്നു, വിഷമങ്ങളുള്ളപ്പോഴും കൺഫ്യൂഷനുള്ളപ്പോഴും ഒക്കെ ചിരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആൾ പറയുന്ന വിധി തടുക്കാൻ നിനക്കാവില്ല, അതിനെ നീ ഉള്ള നേരത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് ഓട്ടോറിക്ഷ വിളിച്ച് വരും എന്ന് പറയണ മാതിരി ഈ ഉള്ളതിനെ നമ്മൾ സ്വീകരിക്കുകയും അതിൽ നമ്മളുടെ ആ ഒരു എളിമത്വം കൊണ്ടും നമ്മളതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്ന മാതിരി വാതിലുകൾ തുറക്കപ്പെടുന്നത്. വാതിൽ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ. അതെ. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന മാതിരി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ വിശ്വസിച്ചിരുന്നത് ഒത്തിരിയധികം അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവത്തിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് മുന്നിൽ ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ കണ്ട സത്യങ്ങളാണ്. ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ആ അതിശയത്തിൻ്റെ ഭാഗമാണ്. ഇത് 20 വർഷം മുമ്പ് എനിക്ക് അതിശയങ്ങൾ കണ്ടതിലപ്പുറം ഉണ്ടായ ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഈ പ്രോജക്റ്റ്. അതുപോലെ പലർക്കും ഉണ്ടാവുന്ന ദിവ്യപുരുഷന്മാർക്കുണ്ടാവുന്ന ഇതാണ് ഇത്തരം സ്വപ്നങ്ങളിലൂടെ ദർശനം ഉണ്ടാവുകയും അതിലൂടെ പിന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതിലല്ല, അതിൻ്റെ ഒരു യാത്ര ചെയ്യാൻ അതിലൂടെ യാത്ര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര പൂർത്തീകരിക്കുന്നത്, അത് തിരിച്ചറിയാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ആഹാരത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ.
അതായത് താങ്കൾ ഭക്ഷണത്തെ ദൈവമായി കാണുന്നു എന്നുള്ളതാണ് താങ്കളുടെ തത്വചിന്ത. അതെ. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അല്ല, അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഈ അമ്മയുടെ ആഹാരം, എൻ്റെ അമ്മ ഒത്തിരി സംസാരിച്ചിട്ടില്ല. എനിക്ക് അമ്മയെക്കുറിച്ചൊന്ന് പറയാമോ? അമ്മ ഈ ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. വളരെ ശാന്തമായി ഗ്രാമീണ എപ്പോഴും അമ്മ ആഹാരം ഉണ്ടാക്കിയായിരുന്നു, എപ്പോഴും അതിശയിപ്പിക്കുകയായിരുന്നു. ഞാൻ അമ്മയുടെ ആഹാരത്തിൽ എപ്പോഴും കണ്ട ഒരു വലിയ പ്രതിഭാസം, അതിനെപ്പോഴും ഒരേ ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് മാറില്ല. ഇന്ന് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റുകളെ സ്വാധീനിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ദിവസം 2 നേരമെങ്കിലും വെളിയിൽ കഴിക്കാത്ത ആൾക്കാർ കുറവാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോലും 2 ദിവസം കഴിച്ചാൽ ഒരേമാതിരി ടേസ്റ്റുള്ള ഫുഡ് കിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ അമ്മമാരുടെ ഫുഡ് കഴിക്കുന്നവരാണ്. അമ്മയുടെ ഫുഡ് എന്നും ഒരേ ടേസ്റ്റാണ്. അതിന് എരിവ് കൂടാറില്ല, ഉപ്പ് കൂടാറില്ല. അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരിക്കും. നമ്മളെ ഈ ഗ്രഹാതുരത്ത് നിലനിർത്തുന്നതിൽ അമ്മയുടെ ആഹാരം. ഇപ്പം അമ്മ പോലും കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുളിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉടുപ്പ് നനയ്ക്കുന്നുണ്ട്, സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും അധികം ഓർക്കുന്നത് അമ്മയുടെ ആഹാരം. അപ്പോൾ ശരിക്കും ആ ഒരു ബന്ധം, ആത്മബന്ധമാണ് അമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, നിങ്ങളെ ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നു. നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയങ്ങളിൽ നമുക്കൊരു കംഫർട്ട് സോൺ മാതിരി നമ്മളെ ഒരു 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 തലത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന അമ്മയുടെ ആ ഒരു ശക്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ആഹാരത്തിൻ്റെ മുലപ്പാൽ മുതലുള്ള ആഹാരം പൊക്കൽച്ചൊഴി ബന്ധമാണല്ലോ. കറക്റ്റായിട്ടും അതാണ് കാര്യം. അപ്പോൾ അത് അപ്പം മുതലേ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അതെ, ജനിക്കുന്ന ഇവിടെ പുറത്ത് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. അതെ. അപ്പം അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഈ ഗൗരവപരമായ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിലില്ലാത്തതിൻ്റെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്, പക്ഷേ അത് നല്ല രീതിയിലാവാമായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം ഫുഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെറ്റമ്മയുടെ കോൺസെപ്റ്റാണ്. പ്രകൃതിയുടെ നീരാണ് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ നമ്മളുടെ ഒരു ആത്മീയ ചിന്തയിൽ ആഹാരം എന്ന് പറയുന്നത് പോലും ഒരു മായയാണ്. നിങ്ങൾ കാണുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അതായത് നിങ്ങളൊരു പിഞ്ചു ബാലനാണ്, നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ പ്ലേറ്റിലൊരു സാധനം വെച്ചിരിക്കുന്നത്. പക്ഷെ ആ സാധനമേ അല്ല നീ കഴിക്കുന്നത്. കുടുംബം എന്തായിരുന്നു? അച്ഛന് കുട്ടിക്കാലം മുതലേ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ അച്ഛനായിട്ട് പപ്പുള്ള എന്ന് പറഞ്ഞിട്ട് അതും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് 75 വർഷത്തോളം ചായക്കട ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആ ജംഗ്ഷൻ അറിയപ്പെടുന്നതിന് പപ്പുള്ള ജംഗ്ഷൻ. ചായക്കടയിൽ ദോശയും പ്രശസ്തമായിരുന്നു. അദ്ദേഹം ദിവാനൊക്കെ വേണ്ടി പണ്ട് കുക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ താങ്കളുടെ സങ്കല്പങ്ങളിലും വാക്കുകളിലും പ്രവർത്തികൾ അമ്മയാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. അതെ. അല്ല, അതിൻ്റെ കാരണം ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം സ്നേഹം എന്ന് പറയുന്ന വികാരം നമുക്കെങ്ങനെ പ്രചരിപ്പിക്കാമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ എൻ്റെ ഈ ആഹാരത്തിലൂടെ ഒരു പാലം കടക്കണ മാതിരി കടക്കുമ്പോഴും എൻ്റെ ചിന്ത ഇതിനുള്ള വഴികളാണ്.